കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന പാറ്റകളുടെ സമരവും സമരത്തിന്റെ വിജയവുമൊക്കെ അന്തർദേശീയ മാധ്യമങ്ങൾ ഇന്റർനാഷണൽ മീഡിയാസ് വലിയ തലക്കെട്ടോടുകൂടി ആഘോഷിക്കുകയാണ്. പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എന്താണ് പറഞ്ഞത് ഈ സമരത്തെക്കുറിച്ച് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാധ്യമമായ റോയിട്ടേഴ്സിന്റെ തലക്കെട്ട് മോദിയുടെ മൂന്നാം ടേമിന്റെ രാഷ്ട്രീയ വെല്ലുവിളി എന്നൊരു തലക്കെട്ടാണ്. അതിൽ പറയുന്നു, ഇതൊരു അത്ഭുതമാണ്. സാധാരണഗതിയിൽ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ആളല്ല നരേന്ദ്രമോദി, പക്ഷേ ഇവിടെ സമ്മർദ്ദത്തിന് അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വന്നു എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. CNN പറയുന്നത് മോദിക്ക് മുമ്പിൽ അപൂർവമായ വെല്ലുവിളി, മോദി പ്രതീക്ഷിക്കാത്തൊരു വലിയ വെല്ലുവിളി ഉയർന്നു വന്നിരിക്കുന്നു എന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. BBC കുറച്ചുകൂടി വിശാദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അവർ പറയുന്നത് ഇത് ബഹുജന മുന്നേറ്റമാണ്. 1970 നവനിർമ്മാണ പ്രസ്ഥാനങ്ങൾക്ക് സമാനമായ മുന്നേറ്റം. പക്ഷേ ഇത് എങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ പത്രം സംശയം പ്രകടിപ്പിക്കുന്നു. BBC. ഇനി ദ ഗാർഡിയനിലേക്ക് വരുമ്പോൾ അവർ പറയുന്നത് സെലിബ്രിറ്റികളെയാണ് അവർ കുറ്റപ്പെടുന്നത്. കാരണം ഇന്ത്യയിലുള്ള സെലിബ്രിറ്റികളും ബുദ്ധിജീവികളും ഈ സമരത്തോട് മുഖം തിരിഞ്ഞു നിന്നു എന്നും വിദ്യാർത്ഥികളെ ആക്രമിക്കുമ്പോൾ അവർ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുമൊക്കെ പരിതപിക്കുകയാണ് ദ ഗാർഡിയൻ. ഇനി അൽ ജസീറ, നമ്മുടെ സ്വന്തം മാധ്യമമായ അൽ ജസീറ പറയുന്നത് അഴിമതിക്കെതിരെയുള്ള ഒരു സമരമായിരുന്നു എന്നാണ്. സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ചൈനയുടെ ഒരു പത്രം ഗംഭീരമായി തന്നെ എഴുതിയിരിക്കുന്നു, പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയിൽ വിജയിച്ച ഒരു സമരമെന്നാണ്. അതായത് ഇടതുപക്ഷവും ഒക്കെ കൂടെ ഇറങ്ങിയത് കൊണ്ടാണ് ഈ സമരം വിജയിച്ചത് എന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇനി പാകിസ്ഥാന്റെ ഡോൺ കണക്കുള്ള പത്രങ്ങളുണ്ട്. കാരണം ഇപ്പൊ അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഒരുപക്ഷെ സ്ഥലം തികയാത്തതുകൊണ്ടായിരിക്കും അവർ ഈ വാർത്ത ടെക്കപ്പ് ചെയ്തിട്ടില്ല. ഞാൻ ഈ വാർത്ത എടുക്കുന്നത് വരെ ഒരുപക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ആ വാർത്ത ഈ പ്രഷർ റൂമിലേക്ക് എത്തിക്കും.